ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എ സിയെക്കുറിച്ചാണ്. പല ആൾക്കാർക്കും എ സി ഉപയോഗിക്കുന്ന സമയത്ത് അറിയത്തില്ലാത്ത ചില കാര്യങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ, എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വേണ്ടി ചെയ്തിടുന്ന വീഡിയോകളാണ്. വർഷങ്ങളായിട്ട് വാഹനം ഓടിച്ച് നല്ല അറിവുകളുള്ള, അല്ലെങ്കിൽ വാഹനത്തെക്കുറിച്ച് എല്ലാ തികഞ്ഞ അറിവുകളുമുള്ള ഡ്രൈവേഴ്സിന് വേണ്ടി ചെയ്തിരുന്ന വീഡിയോകളല്ല. തുടക്കക്കാരായവർക്ക് വാഹനത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ലാത്ത ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്തിരുന്ന വീഡിയോകളാണ്. ദയവ് ചെയ്ത് അത്തരത്തിൽ വാഹനം ഓടിക്കുന്നവർ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്തു പോകുക. നിങ്ങൾ വീഡിയോ കാണാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ വാഹനത്തിൽ എ സി ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഞാൻ ഇവിടെ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ വാഹനത്തിൽ എ സി ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ബ്ലോവർ സ്വിച്ച് ഞാൻ ജസ്റ്റ് ഒരു പോയിന്റിലേക്ക് മാറ്റിയിടുന്നു. നമ്മൾ എ സി ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിലാണ് പല ബിഗിനേഴ്സും എ സി വാഹനത്തിൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, എ സിക്ക് 2 മോഡുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈ കാണുന്ന മോഡ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കി ഉപയോഗിക്കുന്ന ഒരു മോഡാണ് ഈ ഒരു മോഡെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് സ്റ്റിങ് ആയിട്ടുള്ള ഏരിയകൾ, അല്ലെങ്കിൽ പൊടിപടലങ്ങളുള്ള ഏരിയകൾ, അത്തരത്തിലുള്ള ഏരിയകളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പുറത്ത് ഉള്ള പൊടിപടലങ്ങളോ അല്ലെങ്കിൽ സ്റ്റിങ്ങോ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാനും അത്തരത്തിൽ വരുന്ന നാറ്റത്തെ ഒഴിവാക്കി വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന ഒരു മോഡാണ് ഈ കാണുന്നത്. ഇനി തൊട്ട് ഈ മോഡ് ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന ഒരു മോഡിലേക്കാണ് ഇടുന്നത്. ഇത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, നമ്മൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഏരിയയിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്നു, നല്ല എയറുകൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കിട്ടേണ്ട സാഹചര്യത്തിലൊക്കെ പോകുമ്പോൾ പരമാവധി ഈ മോഡിലിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുക. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ വാഹനത്തിൽ ഒരുപാട് യാത്രക്കാരൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തും നമുക്ക് പുറത്തുനിന്ന് വരുന്ന എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന മോഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്ത സാഹചര്യങ്ങളിൽ, വെളിയിൽ നമുക്ക് സ്റ്റിങ്ങോ പൊടിപടലങ്ങളോ മറ്റു കാര്യങ്ങളോ ഉള്ള സാഹചര്യങ്ങളിൽ ഈ മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ എ സിയെക്കുറിച്ച് കൃത്യമായിട്ട് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് എ സി ഉപയോഗിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും.